ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ റിത മൊയ്തീൻ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ഇപ്പി നൂഡിൽസ് ആണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അതിനായിട്ട് ഒരു തക്കാളി, മീഡിയം സൈസുള്ള ഓണിയൻ, കൊറിയൻഡർ ലീവ്സ് കുറച്ച്, ബീൻസ്, അതുപോലെ തന്നെ ക്യാരറ്റ്, 2 മുട്ട, 2 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ബീൻസും ക്യാരറ്റും ഒക്കെ ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്നെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇതൊക്കെ നമുക്ക് ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ നൂഡിൽസ് ഒന്ന് റെഡിയാക്കാം കേട്ടോ. അതിനായിട്ട് നമ്മൾ കുറച്ച് വെള്ളം എടുത്ത് തിളപ്പിച്ച് നമ്മുടെ നൂഡിൽസ് അതിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ എടുക്കുന്നത് ഇപ്പി നൂഡിൽസ് ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നൂഡിൽസ് എടുത്തിട്ട് ഇതേ ഒരു റെസിപ്പിയിൽ ചെയ്ത് നോക്കാം കേട്ടോ. നമുക്ക് മസാല തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു പാൻ വെച്ച് അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ഒക്കെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതൊക്കെ ഒന്ന് വഴണ്ടി വരുമ്പോഴേക്കും നമ്മുടെ ബീൻസ് ഒന്ന് നമുക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ബീൻസ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ മസാല പൊടീസൊക്കെ ചേർത്ത് കൊടുക്കാം. കുറച്ച് പെപ്പർ പൗഡർ, ചിക്കൻ മസാല ഒക്കെ ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ ഓപ്ഷനിലാണ് കേട്ടോ. ഗരം മസാല 1/2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ നിങ്ങളുടെ ഒരു അളവിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ നൂഡിൽസൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ നൂഡിൽസ് ഒന്ന് അരിച്ചെടുക്കാം കേട്ടോ. ഈ വെന്ത് വന്ന നൂഡിൽസ് നമ്മുടെ മസാലയ്ക്ക് ഇട്ട് കൊടുക്കാം. മസാലയിൽ നമ്മൾ കുറച്ച് മുട്ടം കൂടി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയതാണ് കേട്ടോ. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള നൂഡിൽസ് നമുക്കൊന്ന് സെർവ് ചെയ്യാം. ഇനി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, ഫീഡ്ബാക്ക് അറിയിക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.